എന്നെ എക്സൈസിൽ ഒരു വിജിലൻസ് ഓഫീസറുടെ പോസ്റ്റുണ്ട്. അന്നൊരു എക്സൈസ് രാജീവൻ സാറാണ് എക്സൈസിൻ്റെ അഡീഷണൽ കമ്മീഷണർ. അവിടെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് നിന്നുള്ളൊരു ബാബുവാണ്, ഇപ്പോൾ ടി വിയിലൊക്കെ ഇടയ്ക്ക് സാധാരണ സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ്, നല്ലൊരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ DIG ആയിരുന്നു, അദ്ദേഹം നോൺ IPS SP ആയിരുന്നു. ഞാൻ ഇരിക്കാനൊരു കസേര പോലും ഇല്ലാത്ത വാഹനമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് എന്നെ അങ്ങനെ പോസ്റ്റ് ചെയ്തത്. ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് പ്രാണികളൊക്കെ വീണുകൊണ്ടിരിക്കുന്ന ഒരു പഴയ കെട്ടിടം. ഇപ്പോൾ അതൊക്കെ അവിടെ പൊളിച്ച് എനിക്ക് തോന്നുന്നൊരു കംപ്ലീറ്റ് നമ്മുടെ KSIDCയുടെ പുറകിലായിരുന്നു. അതിൻ്റെ പുറകിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. അവിടെ ഇരിക്കുന്ന സമയത്താണ് മണിച്ചൻ്റെ ആ കേസ് നടക്കുന്നത്. അപ്പോൾ വിൻസെൻ്റ് പോളാണ് ലോക്കൽ DIG. ഞാനാണ് ഏറ്റവും ആദ്യം അവിടെ എത്തുന്നത്, കലുവാതുക്കൽ. അങ്ങനെ അന്വേഷണമൊക്കെ തുടങ്ങി. ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയം ഇവർക്കൊരു സംശയം, ഞാൻ എന്തോ ഇതിലെഴുതി ശരിക്ക് വയ്ക്കുന്നു. നമ്മളുള്ള സത്യമാണ് എഴുതിയത്. നമുക്ക് പക്ഷേ പിന്നീട് അറിയാമായിരുന്നു, എനിക്ക് വിൻസെൻ്റ് പോളിനും ഇപ്പോഴും ആ കേസ് പിന്നെ ക്രൈംബ്രാഞ്ചിന് പോയി കേട്ടോ. നമ്മളുള്ള സത്യം എഴുതി കൊടുത്തുള്ളൂ. ക്രൈംബ്രാഞ്ചിന് പോയതിന് പിന്നെ ഒരു എൻക്വയറി കമ്മീഷനൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മണിച്ചൻ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ മണിച്ചൻ്റെ കയ്യിൽ നിന്നല്ല വിഷം കലർന്ന സ്പിരിറ്റ് അവിടെ പോയിരിക്കുന്നത്. ആ സ്പിരിറ്റ് കായംകുളത്തുള്ള ഒരു ടീം മണിച്ചൻ്റെ അനിയന് കൊടുത്തതാണ്. അങ്ങനെയാണ് ആക്ച്വലി സംഭവിച്ചത്. വാസ്തവത്തിൽ ആ മണിച്ചൻ്റെ അവിടെ നിന്ന് റിക്കവറി ചെയ്യുന്നത് ഈ വേറെ സ്ഥലത്തു നിന്ന് കിട്ടിയ ഒരു ഇറ്റ്സ് എ മാനിപ്പുലേഷൻ ഓഫ് എവിഡൻസ്, ഫാൾസിഫിക്കേഷൻ ഓഫ് ഇതൊക്കെ ആയിട്ട് ഇത് കത്തിച്ച് അവിടെ കൊണ്ടിട്ട് അവിടെ നിന്ന് റിക്കവറി കാണിക്കുകയാണ്. ആക്ച്വലി മിഥൈൽ ആൽക്കഹോൾ കലർന്ന മിഥൈൽ ആൽക്കഹോളുള്ള സാധനമാണ് അവിടെ നിന്ന് എടുക്കുന്നത്. പക്ഷേ മണിച്ചൻ്റെ പിടിച്ച സ്പിരിറ്റിലൊന്നും മിഥൈൽ ആൽക്കഹോൾ ഇതിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. മാത്രമല്ല, അപ്പോൾ അതിന് റീസൺ അത് സിംഹ സാറിൻ്റെ ടീമാണ് അന്വേഷിച്ചത്. ജോഷ എന്ന് പറഞ്ഞൊരു ഓഫീസറായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫീസർ. പക്ഷേ നമുക്കറിയാം എന്ന് വെച്ചാൽ, ഞാൻ ഞാൻ ക്രൈംബ്രാഞ്ചിലിരിക്കുന്ന ആലപ്പുഴയിൽ ഇതുപോലെ സ്പിരിറ്റിൻ്റെ ട്രാജഡി ഉണ്ടായിട്ട് അത് അന്വേഷിക്കാനായിട്ട് പോയി. അപ്പോൾ അന്ന് കണ്ണൊക്കെ പോയ കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങളിത് കുടിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ ലൈറ്റ്ലി സ്വീറ്റിഷ് ബട്ട് ജസ്റ്റ് ലൈക്ക് ദ അതർ വൺ. ഞാൻ ചോദിച്ചു, കൂടുതൽ കിക്കൊക്കെ കിട്ടുമായിരുന്നു? ഇല്ല സാർ, അത് മറ്റേത് കുടിക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആലുവയ്ക്ക് വരേണ്ട ഒരു ബാരൽ മിഥൈൽ ആൽക്കഹോൾ, അത് ഇൻഡസ്ട്രിയൽ യൂസിനാണ്. അത് കോട്ടയത്ത് എവിടെയോ ഒരു ട്രാൻസ്പോർട്ടിങ് നടത്തുന്ന ഒരാളുടെ ബിൽഡിംഗ് കൊണ്ടുവച്ചു. ഈ ബിൽഡിംഗ് വഴിയാണെന്ന് ബിൽഡിംഗ് ഓണറും ഇയാളുമായിട്ട് വഴക്കായിരുന്നു. അങ്ങനെ ബിൽഡിംഗ് ഓണർ ഒരു ദിവസം ഇയാളുടെ ബിൽഡിംഗ് ഇടിച്ചു പൊളിച്ച് അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് ഈ ഡ്രം എടുത്ത് അവിടെ റോഡ് സൈഡിലിട്ടു. ഏതോ ഒരുത്തൻ വന്നു ഒരു ദിവസം ഡ്രമ്മിൻ്റെ ഇത് പൊളിച്ച് നോക്കിയപ്പോൾ നല്ല സ്മെല്ല്. ഈ സ്മെൽ ഈസ് ജസ്റ്റ് ലൈക്ക് ദ സെയിം ഈത്തയിൽ ആൽക്കഹോൾ. ഇവന്മാർ ഈ ഡ്രം എടുത്തുകൊണ്ട് പോയി ഈ ഡ്രമ്മ് എന്നുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തി. മീത്തയിൽ ആൽക്കഹോളായിരുന്നു. ആ കുടിച്ച ആൾക്കാർ കുറച്ച് പേര് മരിച്ചു, കുറേ പേരുടെ കണ്ണുപോയി. അപ്പോൾ നമ്മളിത് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാം മീത്തയിൽ ആൽക്കഹോൾ ഡസൻ ഗിവ്സ് എനി അഡീഷണൽ കിക്ക്. ഓൺലി തിങ് ഈസ് ദാറ്റ് ഇഫ് യു ഡ്രിങ്ക് മീത്തയിൽ ആൽക്കഹോൾ, അതിനുള്ള ഇമ്മീഡിയറ്റ് പ്രതിവിധി എന്ന് പറയുന്നത് യു ഹാവ് ടു ഡ്രിങ്ക് ഈത്തയിൽ ആൽക്കഹോൾ, നോർമൽ ആൽക്കഹോൾ. കാരണം അബ്സോർപ്ഷൻ ഈത്തയിൽ ആൽക്കഹോളാണ് ആദ്യം നമ്മൾ അബ്സോർബ് ചെയ്യുക. മീത്തയിൽ ആൽക്കഹോൾ അവിടെ കിടക്കും. ഈത്തയിൽ ആൽക്കഹോൾ അബ്സോർബ് ചെയ്തിട്ടേ മീത്തയിൽ ആൽക്കഹോൾ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് കൊല്ലത്ത് ഒരു തവണ ഞാൻ അതിനുശേഷം KSPC MD ആയിരിക്കുന്ന സമയത്ത് കൊല്ലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. മീത്തയിൽ ആൾക്കാർ കുടിച്ചു. ഉടനെ ഇവന്മാരെല്ലാവരും കൂടി അവിടെയുള്ള KSBC ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് മദ്യം വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ റിപ്പോർട്ട് വരുന്നത് എന്താ, KSBC ഷോപ്പിൽ നിന്ന് കുടിച്ചതിനെല്ലാം ആസ്പത്രിയിൽ പോയി മദ്യ ദുരന്തം എന്നാണ്. വാസ്തവത്തിൽ ഇവർക്ക് അറിവുണ്ടായിരുന്നു, ഈ മീത്തയിൽ ആൽക്കഹോൾ കുടിച്ച് ഇമ്മീഡിയറ്റ് കുടിക്കേണ്ടത് ഈത്തയിൽ ആൽക്കഹോളാണ്. ആ ഈത്തയിൽ ആൽക്കഹോൾ തീരുന്നവരെ അബ്സോർപ്ഷൻ ഉണ്ടാകില്ല. അത് കഴിഞ്ഞിട്ട് മീത്തയിൽ ആൽക്കഹോൾ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോഴേക്കും അത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഇത് സ്റ്റൊമക്ക് വാഷ് കഴിഞ്ഞ് രക്ഷപ്പെടും. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ കേസിൽ നമ്മുടെ മണിച്ചൻ്റെ കേസിൽ ആക്ച്വലി എന്ന് നടന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എനിക്ക് തോന്നുന്നു മോർ ദാൻ 60 or 70% സ്ട്രോങ് മീത്തയിൽ ആൽക്കഹോളാണ് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടത്തിലൊക്കെ എണ്ണയുള്ളത്. അങ്ങനെയാണെങ്കിൽ മണിച്ചൻ്റെ ഈ സ്റ്റോക്കിലും അതിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാകണം. അതൊന്നും കണ്ടെത്തിയിട്ടില്ല. ദ ട്രൂത്ത് ഐ ബിലീവ്, വിൻസെൻ്റ് ആൾസോ യു ക്യാൻ ടെൽ, ആസ്ക്, ഹി ആൾസോ ബിലീവ് ദാറ്റ്
ഇറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് തിങ് ദാറ്റ് മണിച്ചൻ സോൾഡ് എനി മിഥൈൽ ആൽക്കഹോൾ അവിടെ ഉണ്ടായത്. മണിച്ചൻ ഈസ് എലിജിബിൾ ഫോർ 10 years ഇംപ്രസ്മെൻറ്റ് ഫോർ സ്റ്റോക്കിംഗ് സ്പിരിറ്റ്. മനസ്സിലായോ? അതാണ് ആക്ച്വലി മണിച്ചൻ്റെ കേസിലുള്ള ട്രൂത്ത്. അതാണ്. മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾക്ക് പിന്നെ വേറെ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ദ ട്രൂത്ത് ഈസ് ദാറ്റ്